ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2026 ജൂൺ ടൈമിൻ്റെ എക്സാമിനേഷനിൽ അസൈൻമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും. അപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട 2-3 മെയിൻ പേപ്പേഴ്സ് ഉണ്ട്. അതെങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. മെയിനായിട്ടും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ്, UG ഫസ്റ്റ് ഇയേഴ്സ്, PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. ഫസ്റ്റ് ഞാൻ ഈ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനുശേഷം ഇതിൽ ഏതൊക്കെ ഫില്ല് ചെയ്യണം, എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പേപ്പറിൻ്റെ പേരാണ് ഇവാലുവേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ ഷീറ്റിന് കുറേ ഫില്ല് ചെയ്യാനുള്ള ഭാഗം കാണാം. അതിലേതൊക്കെ ഭാഗം ഫില്ല് ചെയ്യണം എന്നുള്ളത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇനി രണ്ടാമത് വന്ന പേപ്പറാണ് ഫ്രണ്ട് പേജ്, അതല്ലെങ്കിൽ പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. പിന്നെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട പേപ്പറാണ് അക്നോളജ്മെൻറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റഡി സെൻറ്ററിൽ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് ഓരോന്നായിട്ട് ക്ലിയർ ആക്കി തരാം. ഫസ്റ്റ് നമുക്ക് ഇവാലുവേഷൻ ഷീറ്റിൽ എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്ന് നോക്കാം. അതിനുശേഷം ഞാൻ ഇത് ഫിൽ ചെയ്തിട്ടുള്ളത് കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്. ഫസ്റ്റ് ഇതിൽ ഏതൊക്കെ ഭാഗം ഫില്ല് ചെയ്യണമെന്ന് പറയാം. ഇതിൽ നമുക്ക് താഴെ ഭാഗത്ത് കുറേ ബോക്സസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ, ആ ഭാഗം നമ്മൾ നോക്കിയേ വേണ്ട. അവിടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് എൻറോൾമെൻറ്റ് നമ്പർ, അതുപോലെ തന്നെ പ്രോഗ്രാം, അതുപോലെ തന്നെ സ്റ്റുഡൻസ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. മെയിനായിട്ടും എൻറോൾമെൻറ്റ് നമ്പർ തെറ്റിക്കാതെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിൽ ഓരോ ഡിജിറ്റും കറക്റ്റ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറിലുള്ളത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം എൻറോൾമെൻറ്റ് നമ്പറിൽ എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഡിജിറ്റിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ നിങ്ങളുടെ അസൈൻമെൻറ്റ് റിജക്റ്റ് ആയി പോകാനോ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന പ്രോഗ്രാം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ പേരാണ് വെക്കേണ്ടത്. ഇപ്പം BA സോഷ്യോളജി, അതുപോലെ തന്നെ BA സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഓരോ പ്രോഗ്രാം ടൈറ്റിൽ ഇഗ്നോ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള ലിസ്റ്റുള്ളത്. നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും നിങ്ങൾ ഏത് കോഴ്സാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് അതിനകത്തുണ്ടാവും. അത് നോക്കിയിട്ട് തെറ്റാതെ എഴുതുക. അതുപോലെ തന്നെ താഴെ കാണാൻ പറ്റും കോഴ്സ് എന്നുള്ളത്. കോഴ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റാണ്. നിങ്ങൾ അതാത് സബ്ജക്റ്റിൻ്റെ, അതായത് ഇപ്പോൾ ഇവിടെ കോഴ്സ് ടൈറ്റിൽ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ് എന്നാണെങ്കിൽ അതിൻ്റെ ഒരു കോഡ് ഉണ്ടാവും, BEVAE 181 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ എക്സാം ഉണ്ടാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ കോഴ്സ് കോഡ് ഉണ്ടാവും. ആ കോഴ്സ് കോഡാണ് ഇവിടെ എഴുതേണ്ടത്. കോഴ്സ് ടൈറ്റിൽ കംപ്ലീറ്റ് ഇവിടെ എഴുതണമെന്നില്ല, കോഴ്സ് കോഡ് എഴുതണം. പിന്നെ നിങ്ങളുടെ പേര് എഴുതുക. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി സെൻറ്റർ കോഡ്. സ്റ്റഡി സെൻറ്റർ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിന് ഒരു ഇഗ്നോ ബേസ് ചെയ്തിട്ടൊരു കോഡ് ഉണ്ടായിരിക്കും. അതും നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇഗ്നോ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കോളേജിൻ്റെ നെയിം അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ കോളേജിൻ്റെ ഇഗ്നോ സ്റ്റഡി സെൻറ്റർ കോഡ് എത്രയാണെന്നുള്ളതും അതിനകത്ത് മനസ്സിലാവും. അപ്പോൾ അതവിടെ ഫില്ല് ചെയ്യുക. ഇത്രയും ഭാഗങ്ങളാണ് നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടത്. താഴേക്കുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ട. ഇതുപോലെ 2 ഇവാലുവേഷൻ ഷീറ്റാണ് നമുക്ക് ഇതിൻ്റെ ഓരോ അസൈൻമെൻറ്റ് കൂടെയും ഫില്ല് ചെയ്ത് വെക്കേണ്ടത്. രണ്ടിൻ്റെയും മുകൾ പാർട്ട്, അപ്പർ പാർട്ട് മാത്രം നമ്മൾ ഫില്ല് ചെയ്താൽ മതി, താഴെ ഭാഗം ഫില്ല് ചെയ്യേണ്ടതില്ല കേട്ടോ. നെക്സ്റ്റ് വൺ പേഴ്സണൽ ഡാറ്റ ഷീറ്റ്, അതല്ലെങ്കിൽ ഫ്രണ്ട് പേജ്. ഇതിലും നമുക്ക് കാണാം നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ, പേര്, അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിലും പ്രോഗ്രാം ടൈറ്റിൽ. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യം അസൈൻമെൻറ്റ് നമ്പർ ആയിരിക്കും. അത് ഞാൻ ലാസ്റ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഴ്സ് ടൈറ്റിൽ, കോഴ്സ് കോഡ്, പ്രോഗ്രാം കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവാലുവേഷൻ ഷീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും വാലിഡ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ വിളിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോൺ നമ്പറോ അതല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമെയിൽ ഐ ഡിയോ വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ ഡേറ്റ് വെക്കുമ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് ആണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് പേജിൽ ഫില്ല് ചെയ്യാനുള്ളത്. തേർഡ് വൺ അക്നോളജ്മെൻറ്റ് ഷീറ്റ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ അസൈൻമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതിനകത്ത് ഫില്ല് ചെയ്ത് അവിടെ അസൈൻമെൻറ്റ് കളക്ട് ചെയ്യുന്ന ആ ഒരു സാറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സൈൻ വാങ്ങിക്കേണ്ടതുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ആവുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ നമ്മളെ അസൈൻമെൻറ്റ് മാർക്ക് അതിൽ അപ്ലോഡ് ആവാതിരിക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ഇന്ന അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു റിട്ടൺ പ്രൂഫായിട്ടാണ് നമ്മൾ ഇത് സൂക്ഷിക്കുന്നത്. ഇതിലിപ്പം 3 ഉണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റിലെ 2 ബോക്സ് ഒരു അസൈൻമെൻറ്റിനുള്ളത്. ഇപ്പോൾ കണ്ടോ, ഇത് ലെഫ്റ്റ് റൈറ്റ് ഇതൊരു അസൈൻമെൻറ്റിനുള്ളത്. അങ്ങനെ 3 അസൈൻമെൻറ്റുകളാണ്
ഇതാണ് ഈ ഒരു പേപ്പറിലുള്ളത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഓരോ അസൈൻമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായിട്ടും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് അസൈൻമെൻറ്റ് നമ്പർ കോഴ്സ് കോഡ് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, BEVA 181 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റിനും, കോഴ്സ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ആ സബ്ജക്റ്റിന് ഓരോ കോഡ് ഉണ്ടായിരിക്കും, അതാണ് കോഴ്സ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ എൻറോൾമെൻറ്റ് നമ്പറൊക്കെ ഞാനൊരു ഡെമോ നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പ്രോഗ്രാം ഏതാണെന്നുള്ളത് ഇപ്പോൾ BA ജനറൽ ആണെങ്കിൽ BAG എന്നുള്ളത് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ കോഴ്സ് കോഡ് BEVA 181 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ അതാത് സബ്ജക്റ്റിൻ്റെ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു അസൈൻമെൻറ്റിൻ്റെ കോഡ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പേര് എഴുതുക. പിന്നെ സ്റ്റഡി സെൻറ്റർ കോഡ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈലിൽ നിന്നോ അതല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ കണ്ടുപിടിച്ചിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ 2 പേജ് വീതം ഇവാലുവേഷൻ ഷീറ്റ് ഫില്ല് ചെയ്യണം. താഴേക്കുള്ള ഭാഗം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതില്ല, അത് നമ്മൾ നോക്കേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവാലുവേഷൻ ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ഫ്രണ്ട് പേജ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ഫില്ല് ചെയ്യാം. ഇവിടെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ ഫില്ല് ചെയ്യുക, അതുപോലെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഇപ്പോൾ നിൽക്കുന്ന കറൻറ്റ് അഡ്രസ്സ്, കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം ടൈറ്റിൽ, കോഴ്സ് കോഡെല്ലാം ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, അസൈൻമെൻറ്റ് നമ്പർ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഗ്നോയിലെ അസൈൻമെൻറ്റ്സ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ആണല്ലോ. അപ്പോൾ അതാത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അസൈൻമെൻറ്റ് നമ്പർ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനെടുത്ത അസൈൻമെൻറ്റിൻ്റെ നമ്പറാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടോ അസൈൻമെൻറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ട് പേജിലെ അസൈൻമെൻറ്റ് നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത്. അതാത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ അസൈൻമെൻറ്റിനും അതാത് അസൈൻമെൻറ്റ് നമ്പർ ഉണ്ടായിരിക്കും, അതവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണോ എന്നുള്ളത് ഇന്ന കോളേജിൻ്റെ ആ ഒരു പേരും പ്ലേസും അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ ഫോൺ നമ്പർ, ഇമെയിൽ ID ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, ഇമെയിൽ ID കൊടുക്കുക. ഡേറ്റ് എന്നാണോ സബ്മിറ്റ് ചെയ്യണത് അന്നത്തെ ഡേറ്റ്, പിന്നെ നിങ്ങളുടെ സൈന്. ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഡാറ്റ ഷീറ്റിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് വൺ അക്നോളജ്മെൻറ്റ് ഷീറ്റിലാണ്. ഇതിനകത്ത് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും പ്രോഗ്രാമും കാര്യങ്ങളും കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കോഴ്സ് കോഡ്, ഓരോ സബ്ജക്റ്റിനും ഓരോ അക്നോളജ്മെൻറ്റ് പേപ്പറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ 2 ബോക്സസ് ഒരു പേപ്പറിനുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഏത് പേപ്പറാണോ എന്നുള്ളത് ഫില്ല് ചെയ്യുക. അതാത് സാറിൻ്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിക്കുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സൈൻ വാങ്ങിക്കുക. ഇങ്ങനെ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ട് ഈ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. സൈൻ വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ സൈനും വേണം, സാറിൻ്റെ സൈനും വാങ്ങിച്ച ശേഷം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുള്ളതാണ്. നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, ഇന്ന അസൈൻമെൻറ്റ് ഇന്ന സമയത്ത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള ഒരു പ്രൂഫായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇതാണ് അക്നോളജ്മെൻറ്റ് ഷീറ്റിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് മാർക്ക് റിജക്റ്റ് ആവും, നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ആവില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇത്രയും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊരു പ്രൂഫായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഇത് ക്ലിയർ ചെയ്യേണ്ടതാണ്, എല്ലാം സൈൻ ചെയ്ത് വാങ്ങിക്കണം. അപ്പോൾ ഇവാലുവേഷൻ ഷീറ്റ്, മെയിൻ പേജ്, അക്നോളജ്മെൻറ്റ് ഷീറ്റ്, ഇതിനൊക്കെ പറ്റിയിട്ട് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.